നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു, ട്രിവാൻഡ്രത്ത് ബാലാപുരത്തിനടുത്തുള്ള അശ്വഗന്ധ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് പ്രമേഹത്തെ പറ്റി പറയാനാണ്. ഡയബറ്റീസ് നമ്മുടെ ഒപികളിൽ മെജോറിറ്റി കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഡയബറ്റീസ്. അതും ടൈപ്പ് 2 കാറ്റഗറിയിൽ ഉള്ള ഡയബറ്റീസാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡെവലപ്പ് ചെയ്ത അശ്വഗന്ധ ആയുർവേദയുടെ ഡൈബാക്യൂർ എന്നുള്ള പൗഡറെ പറ്റിയാണ് പറയുന്നത്. ഡയബറ്റീസിന് ഒരു ശാശ്വത പരിഹാരം ഈ മരുന്ന് നൽകുന്നതാണ്. ഇത് നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ഡൈബാക്യൂർ എന്നുള്ള പൗഡർ. അതായത് പ്രീ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ HbA1c 6.5-നും 9-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക്, HbA1c 9-നും 15-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ചതാണ്. ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പോലെ, അതായത് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ പൊടിയിട്ട് നല്ല ഭംഗിയായിട്ട് തിളപ്പിക്കുക. ആ വെള്ളം ആ ഡേ മൊത്തം അവരത് കുടിക്കുക. ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കഴിച്ചാൽ മതിയാവും. ഇപ്പോൾ നേരെ മറിച്ച് 6.5 to 9 വരെ HbA1c ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീൻ ടീ കുടിക്കുന്ന മാതിരി, അതായത് ഒരു 200 ml തിളച്ച വെള്ളം എടുക്കുക, അതിലോട്ട് 1 ടീസ്പൂൺ പൊടി ഇടുക, ഒരു 20 മിനിറ്റ് അതങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്ന് നല്ലപോലെ കലക്കി രാവിലെ ആഹാരത്തിന് മുന്നേ കുടിക്കുക. അതുപോലെ തന്നെ രാത്രിയും ആഹാരത്തിന് മുൻപ്. ഇങ്ങനെ 2 നേരം കുടിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ HbA1c 9-നും 15-നും ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കഷായമായിട്ട് കുടിക്കാം. ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ പൊടി ഇടുക, ഭംഗിയായിട്ടൊരു 15 മിനിറ്റ് തിളപ്പിക്കുക, എന്നിട്ട് അതിനെ അരിച്ച് 3 നേരമായിട്ട് കുടിക്കുക. ഈ രീതിയിൽ കഴിക്കാമെങ്കിൽ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം മോഡേൺ മെഡിസിൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇത് കഴിച്ചാൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത പ്യൂർ ഹെർബൽ മരുന്നാണ്. ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിന്റെ കൂടെ ടാബ്ലറ്റും കഴിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ആയുർവേദം നമ്മുടെ OPയിൽ വരുന്ന ആളുകളിൽ HbA1c 10-ന് മുകളിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പൗഡറും ടാബ്ലറ്റും ഇതിന്റെ കൂടെ കഴിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രീ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ അവർക്ക് നോർമൽ ഒരു 5.5 താഴത്തേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. HbA1c 12.2 നിൽക്കുന്ന പേഷ്യൻസിൽ തന്നെ നമുക്കൊരു 1.5 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 7 വിത്തിൻ 6-നും 7-നും ഇടയ്ക്ക് HbA1c ലെവൽ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മരുന്നിൻ്റെതും അവരുടെ ഡയറ്റിൻ്റെതും എല്ലാം കൊണ്ടും 2 ഭാഗങ്ങളും കൊണ്ടാണ് ഇത്രയും കുറവ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവര് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ അവർ മോഡേൺ മെഡിസിൻ ഇല്ല, ആയുർവേദം മാത്രം കഴിച്ചിട്ടുള്ള റിസൾട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ സാധ്യതകളുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ആയുർവേദത്തിലെ ഷുഗറിന് മരുന്നുണ്ടോ, ഷുഗർ കുറയുമോ, നമ്മൾ ഇത് മാത്രം കഴിച്ചാൽ തന്നെ ഷുഗർ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം പല പേഷ്യൻസും നമ്മുടെ OP വരുമ്പോൾ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടെ എടുത്ത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്, കാരണം ഒരു 12 HbA1c നിന്ന് ഒരു 6-നും 7-നും ഇടയ്ക്ക് ആയുർവേദ മെഡിസിൻ മാത്രം വെച്ചിട്ട് നമുക്ക് 1.5 മാസത്തിനകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ അത് ജനങ്ങൾ പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. ആയുർവേദത്തിനുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ ആയുർവേദത്തിലെ എന്തൊക്കെ ചികിത്സകളുണ്ട്, ആയുർവേദത്തിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്നുണ്ടോ എന്ന് ജനങ്ങൾക്കൊരു അറിവില്ല പലർക്കും. എല്ലാവരുടെയും ഒരു ധാരണ ഒരു തടവി മസാജൊക്കെ ചെയ്ത് കിഴിയിട്ട് ഒരു സുഖചികിത്സ എന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെയല്ല, നേരെ മറിച്ച് എല്ലാ അസുഖങ്ങൾക്കും മരുന്നുകളുണ്ട്. ഒരു പ്രതിരോധം എന്നുള്ള നിലയിലും ഒക്കെ മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഡയബറ്റീസ് ഉള്ള ആളുകളും ഡയബറ്റീസ് ഉണ്ടോ എന്ന് സംശയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് HbA1c ചെക്ക് ചെയ്യണം. നമ്മൾ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഒരു 4 മാസം കൂടുമ്പോഴെങ്കിലും അവർ HbA1c ചെക്ക് ചെയ്ത് അവർ നോക്കണം. അവരുടെ വാല്യൂ കുറയുന്നുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ മരുന്നിന്റെ അളവുകൾ മാറ്റണം. വർഷങ്ങളോളം ഒരു 3-5 വർഷം 4-5 വർഷം തന്നെ HbA1c അൺകൺട്രോൾഡ് ആയിട്ട് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓർഗൻസിനെ വരെ അഫക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ആൽബുമിൻ നഷ്ടപ്പെട്ടേക്കാം. അറിയണമെന്നില്ല, മൂത്രം പതഞ്ഞു പോകുന്നു, നമ്മുടെ യൂറിനിലൂടെ നമ്മുടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ കിഡ്നി ഏതാണ്ട് കുറച്ചൊക്കെ ഒരു 40% മേളിലൊക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ പ്രവർത്തനം കേടായതിനു ശേഷമായിരിക്കാം ഈ പറയുന്ന
ക്രിയാറ്റിൻ പോലും നമുക്ക് ബ്ലഡിൽ ചിലപ്പോൾ എലിവേറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് ചില ലക്ഷണങ്ങൾ ബോഡി നമുക്ക് കാണിച്ചു തരും. അതാണ് ഈ യൂറിനിലുള്ള ആൽബുമിൻ പ്രസൻസ് ഒക്കെ. അപ്പോൾ അങ്ങനെ മൂത്രം പതഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിൽ നമ്മൾ യൂറിനിലുള്ള ആൽബുമിനും കൂടെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത്, ഡയബറ്റീസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും ഡോക്ടറുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാകണം. അവർ ഇടയ്ക്ക് ബ്ലഡ് ചെക്കപ്പ് കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ മരുന്ന് കഴിക്കുകയും വേണം. ഞങ്ങളുടെ അശ്വഗന്ധ ആയുർവേദയുടെ ഡൈബാക്യൂർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ HbA1c റിപ്പോർട്ടും RBSൻ്റെതാണെങ്കിലും ഫാസ്റ്റിങ് എല്ലാം നമുക്കൊന്ന് അയച്ചു തന്നാൽ നമ്മൾ നോക്കിയിട്ട് ഏതളവിൽ കഴിക്കണമെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരു സജഷനായിട്ട് നമുക്ക് നിങ്ങൾ ഫോണിലൂടെ തന്നെ ബന്ധപ്പെട്ടാൽ നമുക്കൊരു സജഷൻ പറയാൻ പറ്റുന്നതാണ്. ഈ മരുന്ന് ജനങ്ങളെല്ലാവരും ഏറ്റെടുക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം പകരാൻ ഞങ്ങളുടെ അശ്വഗന്ധ ആയുർവേദയുടെ ഡൈബാക്യൂറിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.